നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവേ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. അടിയനോട് അരുളി ചെയ്യണം, അടിയനിലൂടെ എൻ്റെ ജനത്തോട് അരുളി ചെയ്യണം. ഞങ്ങൾ കേട്ട് അതിന് പ്രകാരം ചെയ്തങ്ങളെ ക്രമപ്പെടുത്തി അനുഗ്രഹം പ്രാപിപ്പാൻ നിൻ്റെ പരിശുദ്ധാത്മാവുകൊണ്ട് സഹായിക്കണമെന്ന് വചനം ജഡമെടുത്ത് ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവനാമത്തിന് മഹത്വവും ദൈവജനത്തിന് സമാധാനവും അനുഗ്രഹവും ഉണ്ടാകട്ടെ. നിങ്ങളോട് ചേർന്ന് ഞാനും ഈ സന്തോഷമുള്ള അവസരത്തിൽ സകലവും സാധ്യമാക്കി തരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനുള്ള അച്ഛൻ ഓർപ്പിച്ചതുപോലെ, ദൈവവചനം ആവർത്തിച്ച് നമ്മെ ഓർപ്പിക്കുന്നത് പോലെ, ഇത് യഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഇത് യഹോവയുണ്ടാക്കിയ ദിവസമാണ്. അതുകൊണ്ട് നാം സന്തോഷിക്കുന്നു. ഈ പ്രത്യേകമുള്ള സന്തോഷത്തിൻ്റെ അവസരത്തിൽ നിങ്ങളോട് ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇതിനായി ഈ സഭയുടെ ഇടവപ്പട്ടക്കാരനും കൈക്കാരനും കൂടി മേച്ചാലിൽ ഞങ്ങളുടെ ഭവനത്തിൽ വരികയും ഞങ്ങളെ സ്വാഗതം ചെയ്ത് ക്ഷണിച്ചതിന് പ്രത്യേകിച്ച് അവരോട് നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ വരേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം? ഞാൻ പറഞ്ഞു, ഇടയ്ക്ക് കണ്ട ഒരു ചരിത്ര പുസ്തകമാണ് എന്നെ പ്രകാരം ചിന്തിപ്പിച്ചത്. ഞാനൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് വരേണ്ടതെന്ന്. എന്നാൽ ഈ ഒരു അവസരത്തിൽ നിങ്ങളോടൊരുമിച്ച് ആയിരിക്കുന്ന വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ചിലർക്കൊക്കെയും ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നും. കാരണം ഞാൻ നിങ്ങളിൽ പലരെയും പലപ്പോഴും വഴക്ക് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നിനുമല്ല, എത്രയും എളുപ്പം തീർക്കണം എന്നുള്ള ആഗ്രഹത്തിൽ മാത്രമാണ്. അഭിമന്യ തിരുമേനി ഓർപ്പിച്ചതുപോലെ പല സന്ദർഭങ്ങളിലും 1-2 പ്രാവശ്യം ഈ പ്രതിഷ്ഠാ ദിനം അല്ലെങ്കിൽ പ്രതിഷ്ഠാ ശുശ്രൂഷ മാറ്റിവെച്ചു. എന്നാൽ അതൊക്കെ നമുക്ക് മറന്നു കളയാനുള്ള ചരിത്രങ്ങളാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു സന്തോഷമുള്ള അവസരത്തിൽ 2-3 പേരുടെ ആശംസകൾ പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളെ ആദ്യമായി അറിയിക്കട്ടെ. ഒന്ന്, അഭിമന്യ തിരുമേനി ഓർപ്പിച്ചതുപോലെ ഈ ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള ആരംഭം കുറിച്ചത് നമുക്ക് കോരിന്ത് എന്ന് പറയുന്ന ഒരു കൊറിയൻ സംഘടനയുടെ ഒരു ചെറിയ സംഭാവനയിലൂടെയാണ്. അതിന് നേതൃത്വം വഹിച്ച അഭിമന്യ റായലസീമ മുൻ ബിഷപ്പ് പ്രസാദ് റാവു തിരുമേനി, അദ്ദേഹം വളരെ വളരെ ആഗ്രഹിച്ചു ഈ പള്ളിപ്രതിഷ്ഠയിൽ വന്ന് സംബന്ധിക്കണമെന്ന്. അദ്ദേഹത്തെ ഞാൻ വിളിച്ചപ്പോൾ സമയമില്ലാത്തതുകൊണ്ടും മറ്റ് പ്രോഗ്രാം ഉള്ളതുകൊണ്ടും അദ്ദേഹത്തിന് വരുവാൻ സാധിച്ചില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഹോളി വീക്കിൽ ഞങ്ങൾ നമ്മുടെ ഗുരംകൊണ്ട മിഷനിലായിരുന്നപ്പോൾ തിരുമേനിയുമായിട്ട് ബന്ധപ്പെട്ടു. തിരുമേനി എല്ലാവിധമുള്ള ആശംസകളും അറിയിച്ചിട്ടുണ്ട്. തിരുമേനിയുടെ അനുഗ്രഹം നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അദ്ദേഹം പറയുണ്ടായി, ഈ ഡെഡിക്കേഷൻ്റെ ഫോട്ടോസ് നിശ്ചയമായിട്ട് ഞങ്ങൾക്ക് അയച്ചു തരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനത് വാക്ക് കൊടുത്തു, നിശ്ചയമായിട്ട് തരുന്നതാണ്. അദ്ദേഹത്തോടും കോരിന്ത് ആ മിഷനോടും ഉള്ള സ്നേഹത്തെയും നന്ദിയെയും വ്യക്തിപരമായും സഭയായും മഹാനവയായിട്ടും ഞാൻ ഈ സമയത്ത് അറിയിക്കട്ടെ. മറ്റ് വലിയൊരു സംഭാവനയല്ലെങ്കിലും നമുക്ക് വരുവാൻ ആഗ്രഹിച്ചിട്ട് വരുവാൻ കഴിയാത്ത മറ്റൊരു വ്യക്തിയുണ്ട്. അത് ഇവിടുത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഷേർലിയും കുടുംബവുമാണ്. ഷേർലി പിതാവ് ഇവിടെ വർക്ക് ചെയ്താണ്. ഷേർലിയുടെ ചെറുപ്പകാലം ഇവിടെയായിരുന്നു. അവരും തങ്ങളാൽ കഴിവുള്ള ഒരു സഹായം നൽകിയുണ്ടായി. അവർക്കും വന്ന് സംബന്ധിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, എന്നാൽ സാധിച്ചില്ല. അവരും തങ്ങളുടെ ആശംസകൾ അറിയിക്കുന്നു. ഈ അവസരത്തിൽ ഇപ്രകാരമുള്ള ഒരു അവസരം നൽകിയതിനാണ് അഭിമന്യ തിരുമേനിയോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. തിരുമേനി, കൊച്ചമ്മ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, ഉപദേശിമാരെ, സഭാജനങ്ങളെ, നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
വളരെ ചുരുങ്ങിയ ചില സമയങ്ങൾ മാത്രം ഞാൻ എടുത്തുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തുള്ള വേദഭാഗം ഇന്ന് സുവിശേഷമായിട്ട് വായിക്കേണ്ട ഒരു ഭാഗം യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിലെ അവസാനത്തെ ഭാഗമാണ്. എന്നാൽ അതിന് തുല്യമായിട്ട് നാം 2 ആഴ്ച മുൻപ് ചിന്തിച്ചാണെങ്കിലും മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിലെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ദൈവാലയ പ്രതിഷ്ഠയുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ആധാരമായിട്ട് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ 13-ാം വാക്യം ആരെങ്കിലും വായിക്കാം. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നാം 1-ാം പാഠമായിട്ട് വായിച്ച വേദഭാഗത്തും ഇത് തന്നെ വളരെ വ്യക്തമായിട്ട് പിതാവായ ദൈവം അറിയിക്കുന്നുണ്ട് ശലോമോനോട്. ഇതിനെ ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നു, പ്രാർത്ഥനയ്ക്കുള്ള ആലയമായി ഈ ആലയത്തെ ഞാൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ദൈവാലയത്തെ പറ്റി വേദോത്സവത്തിൽ നാം പഠിക്കുമ്പോൾ 3 ആശയങ്ങൾ ആമുഖമായി നാം കാണുന്നു. ഒന്ന്, ഇപ്രകാരം ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടിയുള്ള മന്ദിരമാണ് ദൈവത്തിൻ്റെ ആലയം. ശലോമോൻ പണിത ദൈവാലയത്തെ പറ്റി നമുക്കറിയാം. ആ ആലയത്തിൻ്റെ പ്രൗഢിയും അതിൻ്റെ മഹത്വമെല്ലാം അവിടെ വേദോസ്തർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, ദൈവത്തെ ആരാധിക്കുന്ന മന്ദിരമാണ്. ദ ബിൽഡിംഗ് ഈസ് ഗോഡ്സ് ടെമ്പിൾ. രണ്ടാമതായിട്ട് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ സഭ ദൈവത്തിൻ്റെ ആലയമാണ് എന്നുള്ളതാണ്. സഭയെ പറ്റി പറയുമ്പോൾ 2 പദങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒന്ന് മണവാട്ടി എന്നുള്ളതാണ്, ബ്രൈഡ് എന്നുള്ളതാണ്. മറ്റൊന്ന് ബിൽഡിംഗ് എന്നുള്ളതാണ്, മന്ദിരം എന്നുള്ളതാണ്. അവിടെ യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരാലും പ്രവാചകന്മാരാലും പണിയപ്പെടുന്ന നാം എല്ലാവരും ജീവനുള്ള കല്ലുകളായി വളരുകയും വളർത്തപ്പെടുകയും പണിയപ്പെടുന്ന ആലയമാണ്, അല്ലെങ്കിൽ ഒരു മന്ദിരമാണ് ദൈവത്തിൻ്റെ ആലയം, സഭ എന്ന് പറയുന്നത്. രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ, ദ ചർച്ച് ഈസ് ഗോഡ്സ് ടെമ്പിൾ. മൂന്നാമതായിട്ട് നാം ലേഖനഭാഗമായിട്ട് ഇവിടെ വായിച്ചു കേട്ട ആ ഭാഗത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഞാനും നിങ്ങളും, ഞാനും നീയും, നാം വിശ്വാസികൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാണ്. ആലയം എന്ന് പറയുമ്പോൾ കെട്ടിടം ആലയമായി വരുന്നത് ആ കെട്ടിടത്തിനുള്ളിൽ ആരെങ്കിലും താമസിക്കുമ്പോഴത്രേ, അധിവസിക്കുമ്പോഴാണ് ഒരു കെട്ടിടം ആലയമായി തരുന്നത്. ഇവിടെ നാം വായിക്കും, നാം എല്ലാവരും ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമാണ്. ആ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു അടിസ്ഥാനപരമായ ഈ 3 ചിന്തകൾ നമ്മെ ഭരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പൂർണ്ണത നമ്മൾ മനസ്സിലാകുന്നത്. അതുകൊണ്ട് ദൈവാലയ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അത് ഈ ഒരു മന്ദിരത്തിൻ്റെ പ്രതിഷ്ഠയാണ്, സഭയുടെ ഒരു പുനഃപ്രതിഷ്ഠയാണ്. മൂന്നാമതായിട്ട് കടന്നു വന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ ദൈവ ആരാധനയ്ക്ക് വേണ്ടി പുനഃപ്രതിഷ്ഠിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ ദേവാലയ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഞാൻ ഓർപ്പിച്ചുവല്ലോ, ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നത് പോലെ ആ ആലയത്തിൽ കർത്താവ് വസിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇവിടെ നാം വായിച്ച സംഭവം നമുക്കറിയാം. യേശു പെസഹ പെരുന്നാളിന് ദൈവാലയത്തിലേക്ക് ചെന്ന് അവിടെ നാം വായിക്കുന്ന 12-ാം വാക്യം നാം വായിക്കുന്നതാണോ ഒന്ന് വായിക്കാം. 12-ാം വാക്യം. മതി. യേശു ദൈവാലയത്തിൽ ചെന്നു. പ്രിയമുള്ളവരെ, ഈ ദൈവാലയ പ്രതിഷ്ഠാ സമയത്ത് യേശു നമ്മുടെ മധ്യേ ഉണ്ട്. ഇതിനുശേഷം യേശു ഈ ആലയത്തിൽ നിത്യമായി വസിക്കുവാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ സഭയിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നു, അതോടൊപ്പം തന്നെ എന്നിലും നിന്നിലും വസിപ്പാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ യേശു നമ്മുടെ ആലയത്തിൻ്റെ പ്രതിഷ്ഠാ സമയത്ത് അവിടെ നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളിയിട്ടുണ്ടെങ്കിൽ നാം സാധാരണ ദൈവാലയ പ്രതിഷ്ഠാ സമയത്ത് മറ്റൊരു പാട്ട് കൂടെ പാടാറുണ്ട്. സേനയിൻ യഹോവ
യോടേഴും നള്ളേണമേ സാലേമീതിൽ. ഇത് നമ്മുടെ പ്രാർത്ഥനയാണെങ്കിൽ യേശു നമ്മുടെ ആലയത്തിലും നമ്മുടെ സഭയിലും എന്നിലും വസിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശു അതിൽ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒന്നാമതായിട്ട്, ഈ പ്രതിഷ്ഠാ സമയത്ത് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ നമ്മുടെ ആലയം നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധരായിരിക്കണം എന്നുള്ളതാണ്. പ്യൂരിറ്റി എന്നുള്ളതാണ്. നാം വായിക്കുന്നത് വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും അവൻ അവിടെ നിന്ന് അടിച്ചുമാ അല്ലെങ്കിൽ പുറത്താക്കി. 12-ാം വാക്യം വായിച്ചാട്ടെ. യേശു ദൈവാലയത്തിൽ ചെന്നു. മതി. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, ഒന്നാമതായിട്ട് ദൈവം ആലയത്തിൻ്റെ പ്രതിഷ്ഠാ സമയത്ത് നമ്മെ ഓർപ്പിക്കുന്നത് ആലയവും അതിൽ ഉള്ളവരും വിശുദ്ധരായിരിക്കണം എന്നുള്ള പ്യൂരിറ്റി. എന്താണ് അശുദ്ധി എന്ന് പറയുന്നത്? അശുദ്ധി അല്ലെങ്കിൽ ക്ലെൻലിനെസ് എന്ന് പറയുന്നത് ഇരിക്കേണ്ട കാര്യങ്ങൾ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരിക്കുമ്പോഴാണ് അത് ഭംഗിയുള്ളതായിത്തീരുന്നത്. ഇരിക്കേണ്ട കാര്യങ്ങൾ ഇരിക്കേണ്ട സ്ഥാനത്തിരിക്കുമ്പോൾ അത് ഭംഗിയുള്ളതായിത്തീരും. അല്ലാതെ അസ്ഥാനത്തിരിക്കുമ്പോഴും അസ്ഥാനത്ത് പ്രവർത്തിക്കുമ്പോഴും അത് അശുദ്ധമാണ് എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ഓർപ്പിക്കുന്ന ഒരു സാധാരണയുള്ളൊരു ഉപയോഗമാണ്, എൻ്റെ തലയിൽ മുടിയില്ല. എന്നാൽ നിങ്ങൾ പലതരം മനോഹരമായ മുടികളുണ്ട്. ആ തലയിലെ മുടിയിരുന്നാൽ അത് എത്ര മനോഹരമെന്ന് പറയും. എന്നാൽ ആ മുടി തന്നെ നാം കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് വന്ന് വീണാലോ എന്ന് പറയും. അല്ലെങ്കിൽ അശുദ്ധമായിട്ടിരിക്കുന്നു. ഇവിടെ ദൈവാലയത്തെ എന്തിനു വേണ്ടി ദൈവാലയത്തിൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് അവിടെ മാറ്റുകയാണ് ചെയ്യുന്നത്. എന്താണ്? അവിടെ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും. ആലയം സ്വന്തം താല്പര്യത്തിന് വേണ്ടിയും സ്വന്തം ലാഭത്തിന് വേണ്ടിയും അവിടെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്തെന്നാൽ ദൈവാലയവും വിശ്വാസവും എൻ്റെ സ്വന്തം കാര്യങ്ങൾ നേടുവാൻ വേണ്ടിയും അതിനുവേണ്ടി താൽക്കാലികമായ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന വിശ്വാസ സമൂഹത്തെ കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നാം ഇന്നൊരു ഇലക്ഷൻ്റെ കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വിശ്വാസം ത്യജിച്ചുകൊണ്ട് എന്തും ചെയ്യാം അല്ലെങ്കിൽ എന്നുള്ള ചിന്തയിൽ ചിലപ്പോൾ സാമ്പത്തികമായ ലാഭത്തിനു വേണ്ടി ചില കാര്യങ്ങളൊക്കെയും ചെയ്യുന്നവരെ കാണുവാൻ സാധിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ഒന്നാമതായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന പ്യൂരിറ്റി എന്നുള്ളതാണ്, അല്ലെങ്കിൽ വിശുദ്ധി എന്നുള്ളതാണ്. കാരണം വിശുദ്ധി ദൈവാലയത്തിന് എന്നും ഉചിതമാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആലയം വിശുദ്ധ ദൈവാലയം എന്ന് പറയുന്നത്, വിശുദ്ധീകരിക്കുകയാണെന്ന് പറയുന്നത്. ഈ ആലയം പ്രതിഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? ആലയം പ്രതിഷ്ഠിക്കുക അല്ലെങ്കിൽ ഏതൊരു പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന പദങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. സാധാരണ ഉപയോഗത്തിൽ നിന്ന് വേർതിരിച്ച് ദൈവനാമമഹത്വത്തിനായിട്ട് വേർതിരിക്കുന്നതാണ് പ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഈ ആലയം ഇന്നു മുതൽ അതൊരു കെട്ടിടമല്ല, ദൈവത്തിന് വേണ്ടി പ്രതിഷ്ഠിച്ച് വേർതിരിച്ച വിശുദ്ധ സ്ഥലമാണ്. ഈ വിശുദ്ധ സ്ഥലത്ത് നാം പ്രവേശിക്കുമ്പോൾ അതിൻ്റെയുള്ള പരിപാവനതയും അതിൻ്റെയുള്ള വിശുദ്ധിയും നാം കാത്തു സൂക്ഷിക്കണം. ഇത് നാം ഒരിക്കലും മറന്നു പോകരുത് എന്ന് ഒന്നാമത് ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. നാം അതോടൊപ്പം തന്നെ ആ 1-ാം പാഠമായിട്ട് വായിച്ച മറ്റൊരു വേദഭാഗമുണ്ട്. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അവിടെ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ ദൈവം അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഈ സ്ഥലം നിങ്ങൾ അന്യായമായോ അശുദ്ധമായോ ഉപയോഗിച്ചാൽ ഈ ആലയം മഹത്വത്തിന് പകരം അതൊരു നിന്ദാപാത്രമായി പഴഞ്ചൊല്ലായിട്ട് മാറും എന്നുള്ളത് നാം മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, ദൈവം എവിടെ നിന്നാണ് നമ്മെ ഉയർത്തിയത്? ഞാൻ ഇവിടെ പഴയ ആ സ്കൂൾ കെട്ടിടത്തിൽ വന്ന് ആരാധിച്ചിട്ടുണ്ട്, ആരാധന നയിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് മനോഹരമായ ഒരു ദേവാലയം ദൈവം നമുക്ക് നൽകി. എത്രയോ മനോഹരമാണ്. അതുകൊണ്ട് ഈ മനോഹരത്തെ നാം നമ്മുടെ ജീവിതത്തിലും ഈ ആലയത്തിലും ഇവിടുത്തെ ആരാധനയും ഒന്നും കാത്തു സൂക്ഷിക്കണം. അവിടെ എങ്ങനെയാണ് വിൽപ്പനയും
കൊള്ളുന്ന ഒരു അനുഭവം ഉണ്ടായത്. നമുക്കറിയാം, ആ യഹൂദന്മാരുടെ നിയമം അനുസരിച്ച്, പ്രമാണമനുസരിച്ച് ഭണ്ഡാരത്തിൽ രൂപമുള്ള സാദൃശ്യമുള്ള ഒരു നാണയവും ഇടുവാൻ സാധിക്കില്ല. അവിടെ യാഗം കഴിക്കണമെങ്കിൽ ഊനമില്ലാത്ത ആട് ആയിരിക്കണം. അതുകൊണ്ട് എന്തു ചെയ്തു? വരുന്നവരെല്ലാവരും വിവിധ രാജ്യങ്ങൾ വരുമ്പോൾ അവരുടെ നാണയം കൊണ്ടുവരികയും അതിന് പകരമായിട്ട് രൂപമില്ലാത്ത നാണയം അവർക്ക് മാറ്റിക്കൊടുക്കും. അതിനൊരു കമ്മീഷൻ എടുക്കും. എന്നാൽ അത് വളരെ നടത്തിക്കൊണ്ടിരുന്ന അന്നത്തെ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരുമാണ്. അവർ ഏജന്മാർ അവിടെ ഇരുന്ന് വലിയ കൊള്ള ലാഭം എടുത്തുകൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ എത്ര ഊനമില്ലാത്ത ഒരു മൃഗത്തെ യാഗത്തിന് കൊണ്ടാലും എന്തെങ്കിലും തടസ്സം പറഞ്ഞ് മാറ്റി വെക്കും. അതിനെ മാറ്റിയിട്ട് വേറൊരു മൃഗത്തെ കൂടുതൽ വില കൊടുത്ത് വാങ്ങണം. ഇത് നടത്തിക്കൊണ്ടിരുന്ന എവിടെയാന്ന് വെച്ചാൽ പ്രാകാരത്തിന് പുറത്തുമുള്ള ആ ജാതികൾക്കും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കുമുള്ള പ്രാർത്ഥനാ സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇവിടെ നാം കാണുന്നത് എന്തെന്ന് വെച്ചാൽ, ഇത് സകല ജാതികൾക്കും പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടുമെന്ന് കർത്താവ് മറ്റേ സുവിശേഷ ഭാഗത്ത് പറയുന്നത്. അതുകൊണ്ട് ഒന്നാമത് നാം കാണുന്നത്, ദൈവത്തിന് വിരുദ്ധമായിട്ട് ആലയത്തെ ഉപയോഗിച്ചപ്പോൾ ദൈവം അവിടെ നിന്ന് ശുദ്ധീകരിക്കും. പ്രിയമുള്ളവരെ, ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ശുദ്ധീകരണം. അതാണ് 2-ാം ലേഖനത്തിൽ വായിച്ചത്. ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമാണ്, നിങ്ങളും വിശുദ്ധമായിരിക്കണം. വിശുദ്ധമായില്ലെങ്കിൽ, നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ചില്ലെങ്കിൽ ദൈവം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചാട്ടവാറെടുത്തുന്നിരിക്കാം. കാരണം കർത്താവ് തൻ്റെ ആലയവും കർത്താവിൻ്റെ മക്കളും ശുദ്ധീകരണത്തോടു കൂടിയായിരിക്കണമെന്നാണ്. പല സന്ദർഭങ്ങളിലും സഭയ്ക്ക് പീഡനമുണ്ടാകുന്നതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്തെന്നാൽ, സഭയ്ക്ക് ശുദ്ധീകരണം ആവശ്യമാണെന്ന് ദൈവം അറിയുന്നു. അതുകൊണ്ട് ചിലപ്പോൾ സഭയെ പീഡിപ്പിച്ചിട്ടുണ്ട്, പീഡനത്തിലൂടെ കടത്തിവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നാം നിരാശപ്പെടേണ്ട. ദൈവം നിശ്ചയമായിട്ടും സഭയെ വളർത്തും. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ആ ഭാഗം വിടട്ടെ. രണ്ടാമത് നാം ഇവിടെ കാണുന്നത്, അതാണ് ഇവിടെ വായിച്ചത്. രണ്ടാമത് ആലയത്തെ പറ്റി പറയുന്നത്, ആലയത്തിൽ നിന്ന് ദൈവം എന്ത് പ്രതീക്ഷിക്കുന്നു? രണ്ടാമത് പ്രതീക്ഷിക്കുന്നതാണ് പ്രയർ, പ്രാർത്ഥന. കർത്താവ് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്, ഇവിടെ പ്രാർത്ഥിക്കുവാനുള്ള സ്ഥലമാണ്. ദൈവജനം കടന്നു വന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ആലയം എന്നും പ്രാർത്ഥനയ്ക്കുള്ളൊരു സ്ഥലമായിത്തീരുന്നു. ശരിയാണ്, ഈ റോഡിൻ്റെ വക്കത്താണ് ഇവിടെ ഒരു ആലയം ദൈവം നമുക്ക് നൽകിയത്. അതുകൊണ്ട് നാളെ നാം ചിന്തിക്കും, സ്വാഭാവികമായിട്ട് ചിന്തിക്കാവുന്നൊരു കാര്യം, ഇതിൽ ധാരാളം വണ്ടികൾ പോകുന്നു, ധാരാളം ആൾക്കാർ പോകുന്നു. അതുകൊണ്ട് പണമുണ്ടാക്കുവാൻ വേണ്ടി അവിടെ ഒരു ഭണ്ഡാരക്കുറ്റി വെക്കാമെന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തയുണ്ടെങ്കിൽ അത് ഇപ്പോഴേ മാറ്റുക. അത് കർത്താവിൻ്റെ ആലയം സ്വന്തം ലാഭത്തിന് വേണ്ടി മാറ്റുക, അതല്ല. എന്നാൽ അതിന് പകരമായിട്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ആലയം എല്ലാ ദിവസവും തുറന്നിടുന്നൊരു അനുഭവം ഉണ്ടെങ്കിൽ പോകുന്നവർ കയറി ഒന്ന് പ്രാർത്ഥിക്കുവാനുള്ളൊരു സമയം ഉണ്ടാകട്ടെ. ഇപ്പോൾ എൻ്റെ ഇടവപ്പട്ടക്കാരൻ ആൻഡ്രൂസ് അച്ഛൻ എൻ്റെ കൂടെയുണ്ട്. ഇപ്പോൾ ആരാധനയുണ്ടല്ലോ, ഞാനിപ്പോൾ മേച്ചാലുകാരനാണ്. അവിടെ അച്ഛൻ വന്നതിന് ശേഷം ചെയ്ത എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്തെന്നാൽ, എല്ലാ ദിവസവും രാവിലെ 6:30 അച്ഛൻ പോയി ദൈവാലയം തുറന്ന് ഇടും, വൈകുന്നേരം 7 മണി വരെ. ആഗ്രഹിക്കുന്നവർക്ക് കടന്നു വന്ന് പ്രാർത്ഥിപ്പാൻ ഞാൻ നടക്കാൻ പോകുമ്പോൾ മിക്കപ്പോഴും അതിനകത്ത് അവിടെ കയറി പ്രാർത്ഥിക്കാറുണ്ട്. എന്തൊരു അനുഭവമാണ്! വളരെ ചുരുങ്ങിയ സമയമാണെങ്കിൽ എന്തൊരു അനുഭവമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നാം വേർതിരിക്കണം. പ്രാർത്ഥനയ്ക്കുള്ള സമയമായിട്ട് അതിലേക്ക് കടന്നു വരണം. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി നാം ദൈവത്തിനെ കടന്നു വരുമ്പോൾ, ഇവിടെ 1-ാം പാഠമായിട്ട് വായിച്ച വേദഭാഗത്ത് ദൈവം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ കണ്ണും കാതും അവിടെ ഉണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. കണ്ണെന്ന് പറയുമ്പോൾ കാണുവാൻ വേണ്ടിയുള്ളതാണ്. മറ്റാരും നിന്നെ കാണാതിരിക്കുമ്പോൾ, മറ്റാരും നിൻ്റെ പ്രശ്നങ്ങൾ കാണാതിരിക്കുമ്പോൾ നിന്നെ കാണുന്നൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഈ ആലയത്തിലുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ കണ്ണും കാതും എപ്പോഴും ഉണ്ടായിരിക്കും. ചിലപ്പോൾ നിൻ്റെ ഹൃദയത്തിൻ്റെ വികാരങ്ങളും സങ്കടങ്ങളും നിൻ്റെ അടുത്തിരിക്കുന്ന മനുഷ്യൻ പോലും കേൾക്കുകയില്ല. കേൾക്കുവാൻ നാം ആഗ്രഹിക്കാത്ത സന്ദർഭത്തിൽ ദൈവജനമേ, ഞാൻ ഓർപ്പിക്കട്ടെ, നിന്നെ കേൾക്കുന്ന, നിൻ്റെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും സങ്കടങ്ങളെയും കേൾക്കുന്ന ഒരു ദൈവം ഇവിടെ ഉണ്ട്.
അതുകൊണ്ട് പ്രാർത്ഥനയ്ക്കാണ് നാം കടന്നു വരുന്നത്. വരുന്ന ഞായറാഴ്ച നാം നാളെ ചിന്തിക്കുന്നത് വിശുദ്ധ തോമസിനെ പറ്റിയാണ്. തൻ്റെ നിരാശയുടെ മധ്യത്തിൽ താൻ ചെയ്തത് എന്തെന്ന് വെച്ചാൽ, താനിതാ ആ ഒന്നാമത്തെ ദിവസം ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന ആ കൂട്ടായ്മ അവൻ മുടക്കി എന്നുള്ളതാണ്. നാം ചിലപ്പോൾ മുടക്കുന്ന ഒരു ആരാധനയായിരിക്കാം, പ്രാർത്ഥനാ സമയമായിരിക്കാം, നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയതും പ്രധാനപ്പെട്ട ഒരു ആലയം, ഒരു സമയം എന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. അത് തിരികെ ലഭിക്കണമെന്നില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങൾ സഭായോഗങ്ങൾ മുടക്കരുത്. മനോഹരമായൊരു ആലയം പണിത് അവിടെ ഇരിക്കുവാണ്, ബെഞ്ചെല്ലാം ദൈവം നമുക്ക് നൽകി. എന്നാൽ ബെഞ്ച് ഇരിക്കാൻ ആളില്ലാതെ വരരുത്. ഈ ദേശത്തിൻ്റെയും ഈ ആലയത്തിൻ്റെയും പ്രത്യേകമായിട്ട് ഇന്നത്തെ ആ സ്ഥാനം നോക്കുമ്പോൾ ഇതിന് വളരും. അനേകർ ഈ ചുറ്റുപാടുമായിട്ട് വരും, അവർ കടന്നു വന്ന് ആരാധിപ്പാൻ വേണ്ടിയുള്ള. അതുകൊണ്ട് ഈ ആരാധിക്കുന്ന സമയത്ത് നാം ഓർക്കുക, അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. ആരാധിക്കുമ്പോൾ വിടുതൽ, സൗഖ്യം, ആരാധിക്കുമ്പോൾ സൗഖ്യം, ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാം നൽകിയിടും. നാഥൻ നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, വല്ലഭേ വിടുതലിന്നും പ്രാപിക്കാം. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, പ്യൂരിറ്റി, വിശുദ്ധി ദൈവം ആഗ്രഹിക്കുന്നു. രണ്ട്, ഈ സ്ഥലം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന് ദൈവം ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മൂന്നാമതായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്ന യാഥാർത്ഥ്യമുണ്ട്. നാം 14-ാം വാക്യം വായിക്കാം. മൂന്നാമതായിട്ട്, ദിസ് എ പ്ലേസ് ഓഫ് പവർ. ദൈവത്തിൻ്റെ ശക്തി ലഭ്യമാകുന്ന സ്ഥലമാണ് ദൈവത്തിൻ്റെ ആലയം. ഇവിടെ നാം കാണുന്നത്, ആ ആലയത്തിൽ ഇതാ കുരുന്മാരും മുടന്തന്മാരും വന്നു. അവർ സൗഖ്യം പ്രാപിച്ചു. സൗഖ്യത്തെ പറ്റി നാം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. അവിടെ 12 വർഷക്കാലം രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കൽ തൊട്ടപ്പോൾ അവൾ സൗഖ്യം പ്രാപിച്ചു. ഈ സൗഖ്യം പ്രാപിച്ചപ്പോൾ കർത്താവ് ചോദിക്കുന്ന ചോദ്യം, ആരാണ് എന്നെ തൊട്ടത്? ആ തൊട്ടതെന്ന് ചോദിപ്പാൻ കാരണമെന്ന് വെച്ചാൽ, എന്നിട്ട് താൻ്റെ കാരണം പറയുന്നുണ്ട്. ആരോ എന്നെ തൊട്ടു, പിന്നെ എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്ന സ്ഥലമാണ് ദൈവത്തിൻ്റെ ആലയവും ദൈവത്തിൻ്റെ ആലയത്തിലെ ആരാധനയും. ഇവിടെ നാം കാണുന്നത്, ദൈവ ആലയത്തിൽ ആരാധനയ്ക്ക് വരുമ്പോൾ നിൻ്റെ പ്രശ്നങ്ങൾക്കും നിൻ്റെ രോഗങ്ങൾക്കും അവിടെ സൗഖ്യമുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. സൗഖ്യം എന്ന് പറയുമ്പോൾ രോഗവിമുക്തി മാത്രമല്ല എന്നും നാം മുന്നമേ അറിഞ്ഞിരിക്കണം. ദൈവത്തിൻ്റെ ഹിതത്തിന് അനുസരണമായി നാം രൂപാന്തരപ്പെടുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള സൗഖ്യം. ഹീലിംഗ് ഈസ് റെസ്റ്റോറേഷൻ. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, ഇവിടെ ഓരോ സ്ഥലങ്ങളും നാം അഭിമന്യ തിരുവേനി പ്രദർശിച്ചു. മധുവായിൽ നാം പ്രദർശിച്ച മധുവായതിനു വേണ്ടിയാണ്? അവിടെ കർത്താവിൻ്റെ അത്താഴം ആചരിക്കുവാൻ വേണ്ടിയാണ്. ഈ കർത്താവിൻ്റെ അത്താഴത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ CSI സഭയ്ക്ക് കർത്താവിൻ്റെ അത്താഴത്തെ പറ്റിയുള്ള
ഒരു വ്യത്യസ്തമായ ചിന്തയുണ്ട്, അല്ലെങ്കിൽ ഉപദേശമുണ്ട്. പലർക്കും രോഗിയായി കിടക്കുമ്പോൾ അന്ത്യകൂദാശയാണ് കർത്താവിൻ്റെ താളം. അല്ല, പിന്നെയോ സൗഖ്യത്തിൻ്റെ മുഖാന്തരമാണ്, ശക്തിയുടെ മുഖാന്തരമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവാലയത്തിൽ കടന്നു വരുമ്പോൾ ദൈവാലയത്തിൽ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ലഭ്യമായിത്തീരുന്നു. പഴയ കാലങ്ങളൊക്കെ ഞാൻ ആരാധിച്ച എൻ്റെ ഗ്രാമത്തിലെ പള്ളിയിൽ മൂന്നാമത്തെ പാട്ട് പാടുമ്പോൾ, അല്ലെങ്കിൽ മൂന്നാമത്തെ പാട്ട് പാടുമ്പോൾ കപ്പ്യാരച്ചൻ ഒരു ബുക്കുമായി കടന്നു വരും. അച്ഛൻ്റെ ഉപദേശിയെ കൊടുക്കും. കാരണം ആ സമയം വരെയും ആ സഭയിൽ രോഗികളായിട്ടും ദുഃഖിതരായിട്ടും ആവശ്യത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന ദൈവം കേട്ട് പിറ്റേ ഞായറാഴ്ച സ്തോത്രം ചെയ്യുവാൻ അവർ കടന്നു വരും. പ്രിയമുള്ളവരെ, നാം ഇന്ന് വരൾച്ചയുടെ മധ്യത്തിലാണ്. ഈ വരൾച്ചയുടെ മധ്യത്തിൽ നാം എത്ര പേർ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്? നമ്മുടെ ആലയത്തിൽ മുൻകാലങ്ങളിൽ നാം പ്രാർത്ഥിക്കും, വലിയ വർഷക്കുറവ് നീക്കാൻ നാം പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എപ്പോഴെല്ലാം ഞാൻ എൻ്റെ ഓർമ്മയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, പിറ്റേ ഞായറാഴ്ച മഴയ്ക്കായി സ്തോത്രം ചെയ്തുകൊണ്ടാണ് നാം ആരാധനയ്ക്കടുത്ത് കടന്നു വന്നിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ആ ശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല. ഇന്നും പ്രവർത്തിപ്പാൻ അവൻ്റെ കൈ കുറുതായി പോയിട്ടുമില്ല. അത് ഏറ്റവും കൂടുതൽ അനുഭവമാക്കുന്നത് നമ്മുടെ ആരാധനയിലാണ്, ആലയത്തിലാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് പലപ്പോഴും നാം രോഗിയായി തീരുമ്പോൾ കഴിയുമെങ്കിൽ ആരാധനാലയത്തിലേക്ക് കടന്നു വരിക, ഈ സഭയിലേക്ക് കടന്നു വരിക, പ്രാർത്ഥിക്കുക. ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കും, തൻ്റെ ശക്തി അയക്കും. ശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് 116 സംഘത്തിൽ പറഞ്ഞു, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു എന്ന് സ്തോത്രം ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടട്ടെ. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. സാധാരണ വ്യത്യസ്തമായ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. 1 പ്യൂരിറ്റി, വിശുദ്ധി. 2 പ്രയർ, പ്രാർത്ഥന. 3 പവർ, ശക്തിയുടെ സ്ഥാനമാണിത്. 4 ഇവിടെ നാം കാണുന്നത് പ്രേസ് അല്ലെങ്കിൽ പുകഴ്ച. 16 വാക്യം നമുക്ക് വായിക്കാം. ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ ആലയം എന്നുള്ളത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള സ്ഥലമാണ്. ആ മഹത്വപ്പെടുത്തുന്നതിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന അന്നത്തെ പുരോഹിതന്മാരെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവരെ വിലക്കുവാൻ വേണ്ടി പറയുന്നവരെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ശിശുക്കളുടെയും മലോടിക്കുന്നവരെയും വായിൽ നിന്ന് പുകഴ്ച ഒരുക്കിയിരിക്കുന്നു. അതായത് ബോധ്യമുള്ളവരും പ്രായമുള്ളവരും ദൈവത്തെ മഹത്വപ്പെടുത്താതെ വരുമ്പോൾ ദൈവം എപ്പോഴും സ്തുതികളിന്മേൽ വധിക്കുന്ന ദൈവം ശിശുക്കളുടെയും മലോടിക്കുന്നവരെയും വായിൽ നിന്ന് പുകഴ്ച ഒരുക്കുന്നു. അതുകൊണ്ട് മറ്റ് സുവിശേഷങ്ങൾ നാം വായിക്കുമ്പോൾ ഇവർ പാടിയില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കുമെന്ന് പറഞ്ഞു. ദൈവം എപ്പോഴും തൻ്റെ ആലയത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ് പുകഴ്ച എന്നുള്ളതാണ്. പുകഴ്ച, ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട സ്ഥലമാണ് ഇത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, ഞാനൊരു ചെറിയ ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. നമ്മുടെ ദേവാലയങ്ങളിൽ നാം ഏറ്റവും കൂടുതൽ ശബ്ദത്തോടെ നമ്മൾ വായി പറയുന്നത് എപ്പോഴാണ്? ആരാധനയിലോ പൊതുയോഗത്തിലോ? സെക്രട്ടറി ചിരിക്കുന്നു അല്ലേ? രണ്ടാമത്തെ കാര്യമായിരിക്കുമല്ലോ ശരി. എന്നാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ പകുതി ശബ്ദമേ നമ്മുടെ പൊതുയോഗത്തിൽ കാണാവൂ. നേരെ തിരിച്ചാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി നാം കടന്നു വരുമ്പോൾ, ദൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി കടന്നു വരണം. എന്നാൽ ഇത് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നാം ഒരു കാര്യം കൂടെ പറയട്ടെ. എന്നാൽ ആലയം ഇല്ലാത്തൊരു സ്ഥലമുണ്ട്. അവിടെ കർത്താവ് തന്നെയാണ് ആലയം. ആ കർത്താവിനെ നാം മുഖാമുഖമായി കണ്ട് ആരാധിക്കുന്ന സമയം വരെയും
ഈ ലോകത്തിൽ കണ്ണാടിയിൽ കടമൊഴിയിൽ കണ്ട് ദൈവത്തെ ആരാധിപ്പാൻ, കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് വേർതിരിച്ചു തന്ന സ്ഥലമാണ് ഈ ദൈവത്തിൻ്റെ ആലയം. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, ഇത് യഹോവയുടെ ആലയമല്ല മറ്റെന്തുള്ളൂ, ഇത് സ്വർഗത്തിൻ്റെ വാതിലാണ്. സ്വർഗത്തിൽ എന്താണുള്ളത്? കേവലം സ്തോത്രവും സ്തുതിയും മാത്രമാണ്. സ്തോത്രമില്ല, സ്തുതികൾ മാത്രമാണ്. അതുകൊണ്ടാണ് സ്തുതികൾ മേൽ വസിക്കുന്ന കർത്താവിനെ ഇവിടെ നാം ബലഹീനയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയിട്ടുള്ള സ്ഥാനമാണ് ദൈവത്തിൻ്റെ ആലയം എന്നുള്ളത്. ഇത് നാം മറന്നു പോകരുത്. ഇത് നമ്മുടെ ഈ ആലയത്തിൽ മാത്രമല്ല, നമ്മുടെ സഭാ ജീവിതത്തിലും എൻ്റെയും നിൻ്റെയും വ്യക്തിപരമായ ജീവിതത്തിലും ഈ 4 കാര്യങ്ങൾ നമ്മൾ മറക്കാതിരിക്കുക. അത് ഓർക്കുവാൻ വേണ്ടി ഞാൻ പിയിൽ ആരംഭിച്ച 4 വാക്കുകളാണ് ഉപയോഗിച്ചത്. 1 പ്യൂരിറ്റി, വിശുദ്ധി. 2 പ്രയർ, പ്രാർത്ഥന. 3 ദ പവർ ഓഫ് ഗോഡ്, ശക്തി. 4 പ്രേസ്, പുകഴ്ച. അതുകൊണ്ട് ഈ സ്ഥലം വിശുദ്ധിയിൽ കാത്തു സൂക്ഷിപ്പാനും നാം വിശുദ്ധരായി ഇരിപ്പാനും, ഈ സ്ഥലം പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിപ്പാനും നാം പ്രാർത്ഥനാ ജീവിതമുള്ളവരായി ജീവിപ്പാനും, ഈ സ്ഥലം ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുവാനും നാം ദിനംതോറും പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ ശക്തി ഈ ആരാധനയിൽ നിന്നും ഇവിടുത്തെ സക്രമത്തിൽ നിന്നും പ്രാപിച്ച് മുന്നേറുവാനും ഒടുക്കം ദൈവത്തെ നിത്യത്തിൽ പുകഴ്ത്തുവാനും ഈ ആലയത്തിൽ നമ്മുടെ പുകഴ്ചയും സ്വരവും മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ ഒരു അവസരം നൽകിയത് തിരുമേനിയോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ ചൂടിൻ്റെ മധ്യത്തിൽ എന്നെ ശ്രവിച്ച നിങ്ങളോടും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈ ആലയത്തിനായ ദൈവത്തിന് സ്തോത്രം. ഇതിൽ പിന്നിൽ അധ്വാനിച്ച നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് വേദനപ്പെടുന്ന വാക്കുകളുണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവനാമത്തിൽ ക്ഷമിക്കുക. ദൈവം നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. മനോഹരം യഹോവേ നിന്റെ ആലയം, തവ പ്രകാരങ്ങളിൽ മനോഹരം എന്തോരാനന്ദം തവ പ്രകാരങ്ങളിൽ ദൈവമേ എന്നുള്ളം പാടും ഞാൻ, ദൈവം നുള്ളം നിറയുന്നു ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, തന്മക്കൾക്ക് പരിചയ തുകയില്ല നേരായി നടപ്പവർക്ക് നന്മയൊന്നും നേരായി നടപ്പവർക്ക്. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും